നമ്മുടെ സ്കൂളിലെ പിള്ളേരുടെ കൂട്ടത്തിൽ ഒരു ഔട്ടിങ് പോവാണ്. നമ്മുടെ സ്കൂളിൻ്റെ അവിടെ നിന്നൊരു 50 കിലോമീറ്റർ കൂടുതൽ ദൂരത്തുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ സിറ്റി പാസ് ചെയ്ത് കൺട്രി സൈഡിലേക്ക് കയറിയിരിക്കുകയാണ്. മലയും കുന്നും അങ്ങനെ എല്ലാം കാണാം. ഇവിടെ നിന്നും ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ഇനിയുമുണ്ട്. നമ്മൾ പോകുന്നത് എലിഫൻറ്റ് പൂപ്പു പേപ്പർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അതായത് നമ്മുടെ എലിഫൻറ്റ് പൂപ്പു ആനപ്പിണ്ടത്തിൽ നിന്ന് റീസൈക്കിൾ ചെയ്തിട്ട് പേപ്പർ ഉണ്ടാക്കുന്ന പേപ്പർ അല്ലെങ്കിൽ വാല്യൂ ആഡഡ് സാധനങ്ങൾ, അതായത് ചെറിയ നോട്ട് പാഡ്സ്, ഹാൻഡ് ഫാന്, പിന്നെ ബോക്സ്, അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതിനൊരു സ്റ്റോർ തന്നെയാണ് അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാവുന്നത്. ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് അത്രയ്ക്ക് ടൂറിസ്റ്റുകൾ അവിടെ ഇല്ല. ഉള്ളിലേക്ക് പോകുമ്പം ഇവിടെ ഒരു ചെറിയൊരു കഫേയുണ്ട്. പിന്നെ എല്ലായിടത്തും ആനപ്പിണ്ടം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒത്തിരി ഉണക്കി എടുക്കുന്നത് കൊണ്ട് അതിന് സ്മെല്ലോ അങ്ങനത്തെ വേറൊന്നുമില്ല. നമുക്കൊരു ചെറിയ പുല്ലിൻ്റെ ഒരു ബോൾ കൈ പിടിക്കുന്ന അത്രയൊരു ഫീലേ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ കെട്ടിടങ്ങൾ ഫുള്ളും നിർമ്മിച്ചിരിക്കുന്നത് മുളയും അല്ലെങ്കിൽ യൂക്കാലി മരത്തിൻ്റെ കമ്പും പുല്ലും വെച്ചാണ്. ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ഉണ്ടായിരിക്കുന്നത്. ഇതതിൻ്റെ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് അത് വാങ്ങിച്ച് പെയിൻറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഹാൻഡ് ഫാന് അല്ലെങ്കിൽ അങ്ങനത്തെ ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇവിടെ പേപ്പർ കട്ടിങ്സ് ഉണ്ട്. അങ്ങനത്തെ പേപ്പർ കട്ടിങ്സ് എടുത്ത് നമ്മുടെ ബോക്സ് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതിനുവേണ്ടിയാണ്. അപ്പോൾ ഓരോ സാധനത്തിനും ഓരോ റേറ്റാണ്. ഹാൻഡ് ഫാന് ഒരു റേറ്റ്, ബോക്സ് ആണെങ്കിൽ അതിന് വേറെ റേറ്റ്, ബുക്സ് ആണെങ്കിൽ അതിന് വേറെ റേറ്റ്, അങ്ങനെയാണ്. ചെറിയ ചെറിയ കട്ടിങ്സ് ആണ് ഇരിക്കുന്നത്. സ്റ്റാർ ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ആനയുടെ ഡിസൈനുണ്ട്. ഇത് ആനയുടെ ഡിസൈനാണ്. അപ്പം ഇത് ഫുള്ള് റീസൈക്കിൾ പേപ്പറിൽ നിന്നാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ പേഴ്സ് ആണെങ്കിൽ യൂസ് ചെയ്യുന്ന പേഴ്സാണ്. അത് ഫുള്ള് റീസൈക്കിൾ എലിഫൻറ്റ് പൂപ്പു എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ അകത്ത് മൽബറി അങ്ങനത്തെ കുറേ സാധനം, മൽബറിയുടെ തൊലി അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവർ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ കുടുക്ക, ബുക്സ്, നോട്ട് പാഡ്സ് അങ്ങനത്തെ എല്ലാവരും ഉണ്ട്. ഇവിടെ കുറച്ച് ആളുകളിരുന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതലായിട്ടും ചൈനീസ്, കൊറിയൻസൊക്കെയാണ്. പിന്നെ കുറേ വിദേശികളുമുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ഒരു റിവ്യൂ ആണ് അവരുടെ കൺട്രിയിലുള്ളത്. ചൈനീസ് ടിക്ടോക്കിൽ ഇതിനെക്കുറിച്ച് ഭയങ്കര റിവ്യൂ ഉള്ളതുകൊണ്ട് എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യും. കുറച്ചപ്പുറത്തേക്ക് മാറുമ്പം റീസൈക്കിൾ പേപ്പർ, അതായത് അവരുണ്ടാക്കിയേക്കുന്ന പേപ്പർ ഉണ്ടാക്കിയിട്ട് അത് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണിത്. അതൊരു ഷീറ്റാണ്. ആ ഷീറ്റ് 2 ഷീറ്റ് ഒരുമിച്ച് ഇങ്ങനെ ഒരു കോൺ ഇതിൽ വെച്ച് അത് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു ഫ്രെയിമിൽ ഒരു നെറ്റാണ്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ പേപ്പറിൻ്റെ പൾപ്പ് അത് പിടിപ്പിച്ച് അത് ഉണക്കിയെടുക്കുകയാണ്. ഇവിടെ നമ്മുടെ പിള്ളേർക്കുള്ള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസ് എടുക്കുന്നത് പീറ്റർ എന്ന് പറഞ്ഞ ഒരാളാണ്. അയാളുടെ തായ് നെയിം ഭയങ്കര ലോങ് ആയിട്ടുള്ള നെയിമാണ്. അപ്പോൾ എല്ലാ തായ് ആളുകൾക്കും ഒരു ഇംഗ്ലീഷ് നെയിം കാണും. കാരണം അവർ പുറത്ത് വർക്ക് ചെയ്യുമ്പം അവരെ വിളിക്കാനുള്ള ഈസി ഇതിനു വേണ്ടി. ഇപ്പം പീറ്റർ നമ്മുടെ കുട്ടികൾക്ക് ഓരോ പൂപ്പു, അതായത് എലിഫൻറ്റ് പൂപ്പു, ഹോഴ്സ് പൂപ്പു, കൗ പൂപ്പും അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും കൂടിയാണ്. എലിഫൻറ്റ് പൂപ്പിൻ്റെ അകത്താണെങ്കിൽ ഫൈബർ കൂടുതലായിരിക്കും, ബാക്കിയുള്ളതിൻ്റെ അകത്താണെങ്കിൽ പൊടികളായിരിക്കും. ആ എലിഫൻറ്റ് പൂപ്പു ഇതുപോലെ തിളപ്പിച്ചിട്ട് അത് നല്ലതായിട്ട് സ്റ്റെറിലൈസ് ചെയ്യും. അല്ല, നല്ലതായിട്ട് തിളപ്പിച്ച് അതിൻ്റെ അകത്ത് മണങ്ങൾ ഇതെല്ലാം കളയും. എന്നിട്ട് ആ കിട്ടുന്ന സാധനം ഒരു മെഷീനിൽ, ആ കിടക്കുന്ന വൈറ്റ് കളറിലുള്ള സാധനം മൽബറിയുടെ തൊലിയാണ്. അപ്പം അതും വേറെ പേപ്പർ കട്ടിങ്ങും അതെല്ലാം കൂടി ഇട്ട് മെഷീനിൽ 2 മണിക്കൂർ അതിങ്ങനെ അരച്ചെടുക്കും. അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വൈറ്റ് കളറിലേക്കായി അത് കിട്ടും. അതാണ് നമ്മൾ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ പേപ്പർ പൾപ്പ് നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ ഈ ഫ്രെയിമേലോട്ട് വെച്ചിട്ട് അത് നല്ലതായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞ് ചെറിയ പാർട്ടിക്കിൾസ് ആകും. ചെറിയ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ആ ഷീറ്റിൽ മൊത്തം ഇതുപോലെ ഇങ്ങനെ പിടിച്ചിരിക്കും. അത് നമ്മൾ വീണ്ടും അത് കൈവച്ച് ഇളക്കി എല്ലായിടത്തും ഒരേ കനത്തിൽ വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു പേപ്പറിൻ്റെ ഒരു മോൾഡിൽ അത് കറക്റ്റായിട്ട് ഇരിക്കുകയാണ്. ഇപ്പം
അതിനുശേഷം നമ്മളതെടുത്ത് വെള്ളത്തിൽ നിന്ന് മാറ്റി ഇങ്ങനെ തോരാൻ വേണ്ടി വെക്കണം. അതിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം പോകാൻ വേണ്ടി, വെള്ളത്തിൻ്റെ ഊർന്നു പോകാൻ വേണ്ടി ഇങ്ങനെ വെക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് കൊടുത്തേക്കുന്നത് ഒരു ആനയുടെ കട്ടിങ്ങാണ്. ആനയുടെ കട്ടിങ് അതേ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് അതിലോട്ട് കറക്റ്റായിട്ട് പിടിച്ചിരിക്കും. അതായത് നല്ലതായിട്ട് ഇപ്പം നല്ല കുതിർന്നിരിക്കുന്നതുകൊണ്ട് ആ പേപ്പർ കട്ടിങ് അതിലോട്ട് നല്ലതായിട്ട് പശ പോലെ ഒട്ടി അതിലോട്ട് ഇരിക്കും. ഇനിയും പിള്ളേർക്ക് കൊടുക്കുന്ന ടാസ്ക് എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പേപ്പർ ഡിസൈൻ ചെയ്യാം. അതിനുവേണ്ടി കളർ ഉള്ള പേപ്പർ പൾപ്പ് അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ പൂവോ എങ്ങനത്തെ വേണമെങ്കിൽ അവർക്കത് ഡിസൈൻ ചെയ്യാം. ചില കുട്ടികൾ നല്ല രീതിയിൽ അത് നല്ലതായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് അതെടുത്ത് ഭയങ്കര കളിയാണ്. ചിലവരാണെങ്കിൽ അത് ഒരു നല്ല രീതിയിൽ റൗണ്ട് ഷേപ്പിൽ വന്നിട്ട്, ചിലവരാണെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പൂവ് അങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളായിരുന്നു. കാരണം ഇത് സംഭവം ഒരു 1 ഡേ പ്രോഗ്രാമായിരുന്നു. പക്ഷേ ഈ പേപ്പർ മേക്കിംഗ് തന്നെ ഒരു 1 ഡേ പ്രോഗ്രാമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഹാഫ് ഡേ ആണ്. ഹാഫ് ഡേ പേപ്പർ മേക്കിംഗ്, ഹാഫ് ഡേ അതർ ആക്ടിവിറ്റീസുമാണ്. എത്രയും കട്ടി കുറച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമുക്കത് ഉണങ്ങി കിട്ടും. കട്ടി കൂടുന്നതനുസരിച്ച് അത് ഉണങ്ങാനുള്ള സമയം ഭയങ്കരമായിരിക്കും. ഇപ്പം നമ്മുടെ പിള്ളേർക്കുള്ള ടൈം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഏകദേശം അത് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തു. ഇനിയുള്ള പ്രോസസ്സിങ് നമുക്കിത് ഉണക്കാൻ വെക്കുകയാണ്. ഇത് നമ്മൾ വെയിലത്ത് കൊണ്ടുപോയിട്ട് ഇത് ഉണക്കാൻ വെക്കണം. 4 to 5 മണിക്കൂർ ഇത് ഉണങ്ങിയാൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടികൾ ചെയ്ത വർക്ക്. ചിലവർ സൺ ഉണ്ടാക്കിയിട്ടുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ലോലിപോപ്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിലർ ആപ്പിൾസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡ് ഫാൻ ഉണ്ടാക്കുവാണ്. അതായത് റീസൈക്കിൾ പേപ്പറിൽ നിന്ന് കിട്ടിയ പേപ്പർ വെച്ചിട്ട് ഒരു ഹാൻഡ് ഫാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാൻഡ് ഫാനിൽ ഒരു ഐസ്ക്രീമിൻ്റെ ലോങ് സ്റ്റിക്കുണ്ട്. അതിലേക്ക് നമുക്കിഷ്ടപ്പെട്ട പേപ്പർ കട്ടിങ്സ്, രാവിലെ കാണിച്ച പോലെ ആ പേപ്പർ കട്ടിങ്സ് അതിലോട്ട് നമ്മൾ ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ് ഇരിക്കുന്നത്. പുള്ളിക്കാരി നല്ലതായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം, കുട്ടികളെ നോക്കണം, അങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു ചെറിയ ഡിസൈൻ അത് ചെയ്യുകയാണ്. കാരണം കുട്ടികൾക്ക് പോലെ ടീച്ചർമാർക്കും ഹാൻഡ് ഫാൻ ഉണ്ടാക്കാനുള്ളൊരു സമയം അവർ കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ കൊണ്ടുവരുന്നത് കൊണ്ടും ഇത് ടീച്ചേഴ്സിനും ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ചാൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ 1 ഡേ ആക്ടിവിറ്റി കഴിഞ്ഞു. അപ്പം നമ്മളെല്ലാം തിരിച്ചു പോവുകയാണ്. നമ്മൾ പേപ്പറിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ പതുക്കെ നമ്മുടെ ബസ്സിലേക്ക് പോവുകയാണ്. ഇവിടെ എന്തോ കുറേ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബസ്സിലെത്തി. നമ്മളെല്ലാ കുട്ടികളും കയറി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. വിത്തിൻ 5 മിനിറ്റ്സ് നമ്മളവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനിയും ഏകദേശം ഒരു 1 അവറിൽ കൂടുതൽ നമ്മൾ ബസ്സിലിരിക്കണം. അപ്പം നമ്മൾ പോയപ്പം പീറ്റർ നമുക്ക് ടാറ്റയൊക്കെ തന്ന് ബൈ ബൈ പറഞ്ഞു വിട്ടു. ഇനിയും നമ്മൾ ഏകദേശം 1 അവർ ട്രാവൽ ചെയ്ത് സ്കൂളിലേക്ക്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.